പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ചിന്തയ്ക്ക് നമുക്കൊരു വാക്യം വായിക്കാം. യൂദായുടെ പുസ്തകം 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചും തൻ്റെ മഹിമാ സന്നിധിയിലും കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്താണ് യൂദ ഇവിടെ പറയുന്നത്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, ഈ യൂദായുടെ ലേഖനം 25 വാക്യങ്ങൾ കൊണ്ട് അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരന്മായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നമുക്കറിയാമല്ലോ ഈ യൂദ ആരാണെന്ന്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനാണ് യൂദ. ആമേൻ. യൂദയുടെ കൂടെ തന്നെ വീണ്ടും 3 സഹോദരങ്ങൾ കൂടെ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് മത്തായിയുടെ സുവിശേഷം 13:55 മാർക്കോസിന്റെ സുവിശേഷം 6:3 കാണുവാൻ കഴിയും. യൂദയ്ക്ക് യാക്കോബ്, യോസെ, ശീമോൻ എന്നീ 3 സഹോദരന്മാരും അവരോടൊപ്പം തന്നെ സഹോദരിമാരും ഉണ്ടായിരുന്നത് വചനം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആ യൂദ യാക്കോബിന്റെ സഹോദരനായെന്ന് നമുക്കിവിടെ ഹല്ലേലൂയ ദൈവം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. യൂദ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ആരാണ്? യാക്കോബിന്റെ സഹോദരനായ യൂദയാണ് ഈ വചനം എഴുതുന്നത്. 24 വാക്യമുള്ള ഈ ചെറിയൊരു പുസ്തകം എഴുതുന്നത് യൂദയാണ്. ഈ യൂദ എപ്പോഴാണ് ദൈവത്തെ അറിഞ്ഞെന്നറിയാമോ? അതായത് കർത്താവിനോടൊപ്പം ആയിരുന്നിട്ട് യൂദ വിശ്വസിച്ചില്ല. യേശുവിൻ്റെ റിസറക്ഷന് ശേഷം അതായത് ആ ഉയർത്തെഴുന്നേറ്റപ്പിന് ശേഷമാണ് യൂദ കർത്താവിനെ വിശ്വസിക്കുവാനിടയായത്. ഈ യൂദായുടെ ലേഖനം യൂദ എഴുതുന്നത് AD 68-70 കാലഘട്ടങ്ങളിൽ റോമിൽ വെച്ച് യെരുശലേമിൽ വെച്ച് എഴുതിയെന്ന് കാണുവാൻ കഴിയും. ഇത് എഴുതേണ്ട പശ്ചാത്തലമെന്ന് പറയുന്നത് യെരുശലേമിൽ അന്ന് പാർക്കുന്ന ക്രിസ്ത്യാനികൾക്ക് റോമക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലാണ് യൂദ അവർക്ക് വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവിടെ എന്താണ്, ഞാൻ ഇതിൻ്റെ ആധികാരികമായിട്ട് ഒത്തിരി പോകുന്നില്ല. എന്താണ് പറയുന്നത്? നമ്മെ വീഴാതെ വേണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമുക്ക് എവിടെയൊക്കെ വീണു പോകുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതികൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാമല്ലോ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:19 നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുർനവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയെല്ലാം എന്താണ്? ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത പ്രവർത്തികളാണ്. ഇത് ചെയ്താൽ നാം വീണു പോകുവാനിടയാകും. ഹല്ലേലൂയ. നാം വീണു പോകുവാൻ ഇടവരാതവണ്ണം നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിട്ട് നാം അകന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നാം ഈ വക വിട്ടൊഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും? വീഴാതവണ്ണം നിൽക്കുവാൻ കഴിയും. അപ്പം വീഴാതവണ്ണം നിൽക്കണമെങ്കിൽ നാം ഈ വക കാര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം അടുത്തു ചെല്ലണം. നാം ദൈവത്തിൻ്റെ സാന്നിധ്യം അടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രവൃത്തികളിലേക്ക് നമുക്ക് പങ്കാളികളാകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ പങ്കാളികളാകാതെ ഇരിക്കണമെങ്കിൽ നാം ഈ വക കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ നാം വീഴാതെ വണ്ണം നിൽക്കണം. എവിടെ നിൽക്കണമെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ. ഹല്ലേലൂയ. നാം ഇവിടെ നിന്ന് എടുക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ചെന്നെത്തുന്നത് എവിടെയാണ്? പിതാവിൻ്റെ സന്നിധിയിലാണ്. നമ്മെ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ മടിത്തട്ട് ഹല്ലേലൂയ നമ്മെ ഇരുത്തപ്പെടും എന്ന ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അതായത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസന ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും വെളിപ്പാടിലേക്ക്. അത് ഞാൻ പോകുന്നില്ല. നമുക്ക് പിന്നെ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കേൾക്കാം. ആമേൻ. അങ്ങനെ ആ ലാസ്റ്റ് ജഡ്ജ്മെന്റിൽ നാം നിൽക്കുമ്പോൾ ഹല്ലേലൂയ നാം വീഴാതെ വണ്ണം നിൽക്കണമെങ്കിൽ, നമ്മുടെ നല്ല മനസാക്ഷിയോടുകൂടി നാം കുറ്റമില്ലാത്തവരെ നിൽക്കണമെങ്കിൽ നാം ഈ വക കാര്യങ്ങൾ വിട്ടൊഴിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നാം എങ്ങനെ ആയിരിക്കണം? വീഴാതെ വേണം നമ്മെ സൂക്ഷിക്കണം. കളങ്കമില്ലാത്തവർ, അത് നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ദൈവം നമ്മെ ആനന്ദത്തോടെ നിർത്തുന്നത്. ഹല്ലേലൂയ. ഒരു ആനന്ദം, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം ഈ വക വിട്ടൊഴിയണമെന്ന് അപ്പോസ്തലനായ യൂദ പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ നമ്മെ തന്നെ ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട കുഞ്ഞുങ്ങളെ ഓരോരുത്തരും
ഓരോരുത്തരെയും ദൈവദാസന്മാര്, ദാസിമാര്, ആമേൻ, അപ്പനമ്മമാര്, സഹോദരി കുഞ്ഞുമക്കൾ എല്ലാവരെയും കർത്താവിന്റെ രക്തം കൊണ്ട്, വചനം കൊണ്ട് മുദ്ര വയ്ക്കുന്ന അവരായിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ ഫോളോ ചെയ്യണമേ. ദുഷ്ടനായവൻ കർത്താവെ അവരെ ഒരു വേണ്ടാത്ത വഴികളിൽ അവരെ കൊണ്ടുപോകാൻ ഇടവരാതെ ഈ പ്രഭാതത്തിൽ കുഞ്ഞുമക്കൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് ദൈവത്തിൽ കണ്ടുമുട്ടുന്നതിന് കർത്താവിന്റെ ചിറകുകളിൽ മറയാം. ദൈവം നിങ്ങളുടെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.